പഞ്ചാബിലും ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി. സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കുമെന്ന കോൺഗ്രസ് വ്യക്തമാക്കി. ബീഹാറിനും പശ്ചിമബംഗാളിനും ഉത്തർപ്രദേശിനും ശേഷമാണ് പഞ്ചാബിലും പ്രതിസന്ധി രൂക്ഷമാകുന്ന. വിവരങ്ങളുമായി ഐസൻ ജോസ്. ഐസൻ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ മുന്നണി സമവാക്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ ലോക്സഭയിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മുന്നണി സമവാക്യങ്ങളൊക്കെ ഉള്ളത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസിനെ അടുപ്പിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിലും നിതീഷ് കുമാർ കോൺഗ്രസ് അവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പശ്ചിമബംഗാളിലും സമാനമായ പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ പഞ്ചാബിലും കോൺഗ്രസിന് വലിയ ഒരു പ്രതിസന്ധിയാവുന്നു. കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പഞ്ചാബിൽ ആം ആദ്മി ഒരു പ്രധാന വെല്ലുവിളിയായി മാറുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി സഖ്യം ഒരു ഓലപ്പാമ്പായി മാറുമെന്നതിന് സൂചന ഇപ്പോഴേ ലഭ്യമാവുന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഐസൻ? ത്തിലുള്ള പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പഞ്ചാബിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും തങ്ങൾ മത്സരിക്കുമെന്ന പഞ്ചാബ് PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗിൻ്റെ ആ ഒരു നിലപാട് പുറത്തേക്ക് വരുന്നതോടുകൂടി, അമരീന്ദർ സിംഗ് രാജയുടെ നിലപാട് പുറത്തേക്ക് വരുന്നതോടുകൂടി വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാനാകുന്നത് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ തമ്മിലുള്ളൊരു സ്വരച്ചേർച്ചയില്ലായ്മയും അത് ഇന്ത്യ മുന്നണിയെ സ്വയം തകർക്കുന്ന ഒരു നീക്കത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കുന്ന വിഷയത്തിൽ അന്ന് തന്നെ, അതായത് ഇന്ത്യ മുന്നണി ഉണ്ടാകുന്ന സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയാണ് ഡൽഹിയിൽ നിന്നും കോൺഗ്രസിനെ പൂർണ്ണമായും തുടച്ചു മാറ്റിയത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല സമാനമായ രീതിയിൽ പഞ്ചാബിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, 1984 സിഖ് വിരുദ്ധ കലാപത്തിന് ശേഷം ഈ സിഖ് വിഭാഗത്തിനിടയിൽ കോൺഗ്രസിന് വലിയ അവമതിപ്പുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇതിനെ മറികടക്കാൻ പല തന്ത്രങ്ങളും, നിരവധി ടാക്ട്ഫുൾ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരവധി തവണ ഉണ്ടായെങ്കിലും ഈ പഞ്ചാബിലെ സിഖ് സമൂഹത്തെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം പൂർണ്ണമായും ചേർക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് ഒരു ബുദ്ധിശൂന്യമായൊരു നിലപാട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും അതാത് പ്രാദേശിക നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന ലിബറലായ ഒരു നിലപാട് AICCയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും AICC ഇന്ന് ഈ കാര്യത്തിൽ ഇവർ പഞ്ചാബിലെ പ്രാദേശിക പാർട്ടികളും ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി സഖ്യം സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞ ആ ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നത് അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഈ ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ട് പോക്ക്, ബീഹാറിൽ നിന്ന് ആരംഭിച്ച ആ ഒരു സീറ്റ് തർക്കത്തിൻ്റെ പ്രശ്നം ബീഹാറിലും പശ്ചിമ ബംഗാളിലും എത്തി. തൊട്ടടുത്ത ദിവസം അത് UPയിൽ ശക്തമായി. അഖിലേഷ് യാദവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിലുണ്ടായി. തീർത്തും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ നിഷേധിക്കുന്ന നിലപാട് വളരെ കൃത്യമായി ഉണ്ടായി. കോൺഗ്രസ് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വീണ്ടും പഞ്ചാബിലും ഈ പ്രശ്നമുണ്ടായിരിക്കുന്നു. അതായത് ചില ഹാർട്ട് ലാൻഡുകളുണ്ട്, ഹിന്ദി ഹാർട്ട് ലാൻഡുണ്ട്, സിഖ് ഹാർട്ട് ലാൻഡുകൾ. ഇത്തരത്തിലുള്ള ഹാർട്ട് ലാൻഡുകളിലെല്ലാം തന്നെ കൃത്യമായൊരു ധാരണയിലെത്താൻ സാധിക്കാതെ വരുന്നു ഇന്ത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്നത് അതീവ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ആ ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, അവസാനം നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ മാത്രമാണ്, 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം നേടാൻ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 3 സംസ്ഥാനങ്ങളിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഐസൻ, എവിടെയാണ് ചെറിയൊരു ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉള്ളത്? ഈ കോൺഗ്രസിന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോഴും അല്പം ഒരു തുരുത്തായി അവശേഷിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പഞ്ചാബായിരുന്നു. പഞ്ചാബ് അവരുടെ ശക്തി കേന്ദ്രമായി അങ്ങനെ നിലനിൽക്കുകയായിരുന്നു. ആം ആദ്മിയുടെ കടന്നവർ, ആം ആദ്മിയിലേക്ക് പോയതിൽ ബഹുഭൂരിഷവും കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിൽ പോലും അവിടെ ആം ആദ്മി എത്തിയതോടുകൂടി കോൺഗ്രസിന് അവിടെ അടിപത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഭരണം നഷ്ടമായെങ്കിലും തങ്ങളുടെ വോട്ട് ബാങ്കിൽ കാര്യമായി വിള്ളൽ അവിടെ സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി ഒക്കെ സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നാൽ അത് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു ക്ഷീണം ചെയ്യുമെന്ന് കോൺഗ്രസിന് അല്പമെങ്കിലും കരുത്തുള്ള പഞ്ചാബിൽ അങ്ങനെ കോൺഗ്രസ് ചിന്തിക്കുന്നത്, അത് പ്രാദേശികമായി കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾക്ക് അവിടെ അങ്ങനെ ചിന്തിക്കാനേ കഴിയും. എന്നാൽ ദേശീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഉത്തർപ്രദേശിലേക്ക് വന്നാൽ അവിടെ SP-യുമായി കൂടി മുന്നോട്ട് പോകാതെ കഴിയില്ല. ബീഹാറിലേക്ക് വന്നാൽ അവിടെ നിതീഷ് കുമാറുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. തൃണമൂൽ കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാതെ പശ്ചിമബംഗാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസിന് കാര്യമായി വേരോട്ടമില്ലാത്ത അല്ലെങ്കിൽ സംഘടനാ ശക്തി പൂർണ്ണമായും ക്ഷയിച്ച സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും മുന്നണികളുമായി മുന്നോട്ട് പോയേ പറ്റൂ. അത് ദേശീയ നേതൃത്വത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു താല്പര്യം. എന്നാൽ ഇത്തരത്തിൽ PCCകൾ, ഈ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും ദേശീയ നേതൃത്വം വലിയ വെട്ടിലേക്ക് പോകുന്നു. കാരണം ദേശീയ നേതൃത്വം എന്ന് പറയാൻ ഇപ്പോൾ വലിയ കരുത്തൊന്നും അവർക്കില്ല. ഈ അധികാരമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ സ്ഥാനമൊക്കെ ഉള്ള സംസ്ഥാനങ്ങൾ മാത്രമാണ് അല്പമെങ്കിലും കരുത്തുള്ളൂ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ നിലപാട് പ്രാദേശിക നേതൃത്വം കൈക്കൊള്ളുമ്പോൾ അത് ദേശീയ നേതൃത്വം വലിയ വെല്ലുവിളിയിലേക്ക് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും ദേശീയ നേതൃത്വം വലിയ ഒന്നോ രണ്ടോ വെല്ലുവിളികളിലേക്ക് നീങ്ങുന്നു എന്നാണ്. പ്രധാനമായും വെല്ലുവിളി സ്വാഭാവികമായും തങ്ങളുടെ മുന്നണിയും തങ്ങളുടെ പാർട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആ ഒരു വിഷയം തന്നെയാണ്. എങ്കിൽ കൂടി മറ്റൊരു പ്രധാന പ്രശ്നം തങ്ങളുടെ നേതാക്കന്മാർ കൊഴിഞ്ഞു പോകാനുള്ളൊരു സാഹചര്യം. അതല്ലെങ്കിൽ ഇത്തരത്തിൽ ശക്തമായി നിലനിൽക്കുന്ന ഏതെങ്കിലും സ്വാധീനമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ തങ്ങളുടെ നേതാക്കന്മാർ മറ്റു പാർട്ടികളിലേക്ക് കൊഴിഞ്ഞു പോകാനുള്ളൊരു സാഹചര്യം കൂടി മുൻകൂട്ടി കാണുന്നുണ്ട് കോൺഗ്രസ് എന്നാണ് തീർച്ചയായും മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു വശത്തു നിന്ന് ആരംഭിക്കുന്നു, മറുവശത്തേക്ക് അത് പടരുന്നു എന്ന അവസ്ഥയിൽ വ്യാപകമായി ഇന്ത്യ മുന്നണിയിലെ ആശയ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന നിലപാടുകളല്ല, കോൺഗ്രസിൻ്റെ അഴിമതി രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല രാഷ്ട്രീയ നിലപാടുകളെയും ശക്തമായി ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം ആം ആദ്മി പാർട്ടിക്കുണ്ട്. നേരെ തൃണമൂൽ കോൺഗ്രസിലെത്തുകയാണെങ്കിൽ അത് വലിയൊരു തർക്കത്തിൻ്റെ, നേരത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ രൂപീകരണം പോലും ഇത്തരത്തിലുള്ളൊരു ആശയപരമായ ഒരു തർക്കത്തിൻ്റെ പേരിലായിരുന്നു. ഇത്തരത്തിൽ ഏതെല്ലാം രംഗങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടോ അവിടങ്ങളെല്ലാം തന്നെ ആശയങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതകളും വലിയൊരു വിഘ്നമായി വരുന്നു. അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കും. കോൺഗ്രസിന് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, കോൺഗ്രസിനോട് വിധേയപ്പെട്ടു പോയാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് പ്രാദേശിക പാർട്ടികൾ കരുതുന്നു. അതേപോലെ തന്നെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സ്വഭാവം തന്നെ കോൺഗ്രസ് PCCയും അവിടെ കൈക്കൊള്ളുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായ വിഷയം. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദേശീയ തലത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിന് പോലും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ മറ്റ് പ്രാദേശിക ഘടകങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്താനും സാധിക്കുന്നില്ല എന്ന വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു ആശയ ശോഷണത്തിലേക്ക് വരെ ആ പാർട്ടി എത്തിപ്പെടുന്നു. അതായത് സാങ്കേതികമായി ജനക്കൂട്ടം കൂടെയില്ലാത്ത, അല്ലെങ്കിൽ ആളുകൾ കൂടെയില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ആളുകളില്ലാത്ത അവസ്ഥ എന്ന രാഷ്ട്രീയ പരിമിതിക്കപ്പുറം ആശയം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ പാർട്ടി പിന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇത് ഒരു പരിധിവരെ കോൺഗ്രസ് തകർന്നടിയാനും മറ്റു പ്രാദേശിക പാർട്ടികൾ വളർന്നു വരാനുമുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. സമീപഭാവിയിൽ, അതായത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തുടർന്ന് 3-4 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ മേൽവിലാസം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരവസ്ഥയാണ് കാണുന്നത്. എന്തുതന്നെയായാലും ഒന്നാം UPA മുന്നണിയുടെ സ്വഭാവത്തിൽ ഒരു സർക്കാർ ഉണ്ടാകാനുള്ള സാധ്യത പോലും തെളിയുന്നില്ല എന്നതാണ് ഇപ്പോഴുള്ള വസ്തുത. കാരണം ഒന്നാം UPA മുന്നണിയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, മുന്നണി തെരഞ്ഞെടുപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ആ മുന്നണി രൂപീകരിക്കപ്പെടുന്നതും ഒരു പൊതു കോമൺ മിനിമം പരിപാടി, അതായത് പൊതു മിനിമം പരിപാടിയെല്ലാം രൂപീകൃതമാകുന്നതും. എന്നാൽ നേരത്തെ തന്നെ, അതായത് 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമാനമായ പൊതു മിനിമം പരിപാടി ഉണ്ടാക്കി തങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന കോൺഗ്രസിൻ്റെ ആ ഒരു നിലപാടിനെ ഇതുവരെ സാധ്യമാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പൊതു മിനിമം പരിപാടി തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വിഭജനം സംബന്ധിച്ച് അതിലും ഒരു തീരുമാനമാകാതെ ഇരിക്കുന്നു. പ്രാദേശികമായി കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ഒരു ആശയപരമായ കെട്ടുറപ്പില്ലായ്മയെന്ന് പുറത്തേക്ക് തെളിയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. എന്തു തന്നെയായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം ഉണ്ടാകുമോ എന്ന് നിലവിലെ സാഹചര്യങ്ങളിൽ കരുതുക വയ്യ. ഒരു പരിധിവരെ ചിലപ്പോൾ 1-2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി തകർന്നടിയാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാവി അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വ്യക്തമായതാണ്. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് സഖ്യ ചർച്ചകൾ എന്നൊക്കെ പറയുമ്പോഴും ആരാണ്, എന്താണ്, ഇത് ആര് നേതൃത്വം നൽകും, എന്താണ് സംവിധാനങ്ങളെന്നും ആർക്കും ഒരു വ്യക്തതയില്ല. തമ്മിൽ തല്ലി തകർന്നു പോവുകയാണ് ഇന്ത്യ മുന്നണി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും വാർത്തകൾ വരുന്നത്. ഐസൻ